നമ്മുടെ കഷ്ടപ്പാട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് ആളുടെ സന്തോഷം നോക്കാണ്ട് ചെറിയൊരു വരുമാനത്തിലാണെങ്കിലും ഞങ്ങൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിക്കാൻ കുറച്ചൊരു മടുപ്പ് നമുക്ക് ചില സമയത്ത് തോന്നുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ അതൊക്കെയാണ്. എനിക്ക് സഹകാരികളുടെ ക്ലാസ്സിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് കണ്ടന്റ്സ് വളരെ ക്ലിയർ കട്ടാണ്. ഞാനൊരു ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു സഹകാരിയുടെ കേരള ബാങ്കിന് വേണ്ടിയിട്ട്. അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതുമാതിരി നമുക്ക് എക്സാമിന് ഏകദേശം അതുപോലെ വന്നിട്ടുണ്ട്. ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ. സഹകാരി റേസ് പ്ലസ് ഇന്ന് എത്തി നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറയിലാണ്. കൊല്ലങ്കോട് അഗ്രികൾച്ചറൽ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ഒരൊറ്റ വേക്കൻസിക്ക് വേണ്ടി അല്ലേ അതുല്യ വാശിയോടുകൂടി പഠിച്ച് 1ാം റാങ്ക് മേടിച്ച് ഇപ്പൊ അഡ്വൈസ് മേടിച്ച് നിൽക്കുകയാണ് അതുല്യ. നമ്മുടെ അതുല്യയുടെ കൂടെ നിൽക്കുന്ന അതുല്യയുടെ അനിയത്തിമാരാണ്. മക്കളെ പേരെന്തോ? അഹല്യ, അഷ്ടമി. അഷ്ടമി ഇപ്പൊ 10ാം ക്ലാസ് എഴുതിയിട്ട് നിൽക്കുകയാണ്. കൊമേഴ്സ് മേഖലയിൽ കൂടെ ചേച്ചിയുടെ വഴി പിന്തുടരാൻ ആഗ്രഹിക്കുന്നത്. അഹല്യ ഇപ്പൊ സെക്കൻഡ് ഇയർ അല്ലേ? ഡിഗ്രി സെക്കൻഡ് ഇയർ, എക്കണോമിക്സ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുല്യ ശരിക്കും സഹകാരിയിലേക്ക് വരുന്നത് കഴിഞ്ഞ JCI അല്ലേ? JCI കേരള ബാങ്ക് ബാച്ചിന്. അതെ അതെ. അപ്പൊ അതുല്യ, നമ്മള് പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മളൊരു ലക്ഷ്യം ഏകദേശം അല്ലേ എത്തി നിൽക്കുകയാണ്. അതുപോലെ കേരള ബാങ്കിൽ നമ്മളൊരു നല്ലൊരു പ്രതീക്ഷ നിൽക്കുകയാണ്. ഇത് തന്നെയാണോ ഫൈനൽ ഡെസ്റ്റിനേഷൻ? അല്ല സർ, അവിടുന്ന് വീണ്ടും മുകളിലേക്കുള്ള ഓരോ എക്സാംസ് എഴുതണം. ഞാൻ ഇവിടെ കോപ്പറേറ്റീവ് ബാങ്കിൽ ആദ്യം കയറിയിട്ട് കേരള ബാങ്കിലേക്ക് ഉള്ള എക്സാംസ് എഴുതി അതിൽ എത്തണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പൊ ഏകദേശം സാറ് പറഞ്ഞ മാതിരി ഒരുവിധം അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയും നമ്മള് കേരള ബാങ്ക് കൊണ്ട് നിർത്താനാണോ അതോ? അല്ല, ഇനിയും പഠിക്കണം. എപ്പോഴും എല്ലാ സക്സസ് സ്റ്റോറിയുടെ ഒരു ഭാഗമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്. കാര്യം ആദ്യത്തെ ഒപ്പിടുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളൊരു ഒരു ട്രാക്കിലൂടെ പോകുന്ന ഉദ്യോഗാർത്ഥികളാണ് സഹകരണ മേഖലയിൽ ജോലി മേടിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം എല്ലാ പേരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാരുടെ അടുത്ത് എന്താണ് അതുലേക്ക് പറയാനുള്ളത്? ഞാൻ ഈ പറഞ്ഞ മാതിരി ബികോം കോർപ്പറേഷൻ കഴിഞ്ഞ് നേരെ തൃശ്ശൂർ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ JCI കേരള ബാങ്ക് വന്നപ്പോഴാണ് സഹകാരിയിൽ ഓൺലൈനായിട്ട് ചേർന്നത്. സാർ പറഞ്ഞ മാതിരി ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ എനിക്കും ഈ പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓഫ്ലൈനായിട്ടുള്ള അത്ര എഫക്റ്റീവ് ആവുമോ? അപ്പം ഞാൻ വിചാരിച്ചത് എല്ലാ ദിവസവും ഉള്ള ക്ലാസ്സസ് അന്നു കണ്ടുപോവുക, എല്ലാ ദിവസവും എക്സാംസ് ഇടുമ്പോൾ അത് ചെയ്യാം. റിവൈസായിട്ട് സാർ പറഞ്ഞ മാതിരി റിവൈസായിട്ട് വീണ്ടും അത് എക്സാംസ് എഴുതി നോക്കുക. അതൊക്കെ മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ട് ഇത് പഠിച്ചു തുടങ്ങുന്നവർക്ക് എനിക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വിചാരിച്ച് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ജോലിയാണ്. വേറെയുള്ള ജോലികളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സഹകരണ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. PSC പോലെ നമ്മളിപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്ന് 3 വർഷം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. പക്ഷെ റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ള കാര്യമല്ലേ ഒരു നല്ലൊരു ടാസ്ക് ഉള്ള കാര്യം തന്നെയാണ്. കാര്യം നമ്മൾ അതുമാതിരി പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് അതിലേക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? സർ, എനിക്ക് സഹകാരികളുടെ ക്ലാസ്സിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് കണ്ടന്റ്സ് വളരെ ക്ലിയർ കട്ടാണ്. നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു കണ്ടന്റ് വേറൊരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമോ എന്ന് എനിക്കൊരു ഡൗട്ടാണ്. കാരണം നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇത്രയും പഠിക്കണോ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊന്നും തോന്നും. പക്ഷെ അതൊന്നും മിസ്സായിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, PDF ഡൗൺലോഡ് ചെയ്യുക, അത് പ്രിന്റ് എടുക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഓരോ ദിവസവും വരുന്ന PDF നോട്ട് എഴുതി അപ്പം ഒന്ന് എഴുതുമ്പോൾ നമുക്ക് അത്രയും ഇതാവുമല്ലോ. പിന്നെ പ്രിന്റ് എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ എഫക്റ്റീവ് അതാണെന്ന് തോന്നി. ഇപ്പോഴും ഞാൻ ആ നോട്ട്സ് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ PDF-ഉം എടുത്തു. പിന്നെ അവിടെ ഫോളോ ചെയ്ത സ്ട്രാറ്റജി സാറ് പറഞ്ഞിട്ടുള്ള മാതിരി റിവൈസ് ചെയ്ത് ഒരു 1-2 തവണയെങ്കിലും എല്ലാ ദിവസവും എക്സാംസ് ചെയ്ത് നോക്കും. അതായത് നമുക്ക് അതെപ്പോഴും നമ്മൾ വെബിനാറിലും അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള മീറ്റിങ്ങുകളിലാണ് റിവേഴ്സ് റിവിഷനെ കുറിച്ച് പറയുന്നത്. ഒരു ടോപ്പിക്കായി ബന്ധപ്പെടുത്തി ഒരു ക്ലാസ് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെടുത്തി ഇന്ന് വരെ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന പരീക്ഷയാണ് നമുക്ക് കിട്ടുന്നത്. ആ പരീക്ഷകൾ കൃത്യമായ ഇടവേളകൾ നമ്മൾ മറന്നു പോകുന്ന ഇടവേളകളിൽ കൃത്യമായിട്ട് റിവേഴ്സ് ആയിട്ട് നോട്ട് നോക്കാതെ പഠിക്കാതെ പണ്ട് പഠിച്ച ഓർമ്മ വെച്ച് എഴുതിയിട്ട് എന്തുകൊണ്ട് തെറ്റിയെന്ന് നോക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ റിവേഴ്സ് റിവിഷൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം ഇപ്പോൾ ഏറ്റവും ഫൈനലായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ ആവേശം 2.0 ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? അവർക്ക് ഈ പറഞ്ഞ മാതിരി 58, 60 അതൊക്കെയാണ് ഏറ്റവും ചെറിയ കട്ട് ഓഫ്. ഇപ്പോൾ ഒരു 65 എബോവ് ഒക്കെ കിട്ടിയാലേ നമ്മൾ ഭയങ്കര സേഫ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അവർ ഇങ്ങനെ കുറച്ചുകൂടെ ടൈം കണ്ടെത്തിയിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ
നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ പരിചയപ്പെടുക എന്നുള്ളതാണ് ഒരു Yes. പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനൊരു ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു സഹകാരിയുടെ കേരള ബാങ്കിന് വേണ്ടിയിട്ട്. അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതുമാതിരി നമുക്ക് എക്സാമിന് ഏകദേശം അതുപോലെ വന്നിട്ടുണ്ട്. ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുപോലൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കുറച്ചുകൂടെ ഒരു ടൈം എടുത്തിട്ട് പുഷ് ചെയ്യാം അല്ലേ? അവിടെ വരെ എത്തി നിൽക്കുന്നില്ല. ഇനി ഒറ്റ വെട്ടിന് വെള്ളം കാണാൻ നിൽക്കണം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ. ഞാൻ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് ഫസ്റ്റും സെക്കൻഡും എക്സാം എഴുതിയ സമയത്ത് സെക്കൻഡ് റാങ്ക് തേർഡ് റാങ്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് റാങ്ക് ഒരു വേക്കൻസി അല്ലേ ഉള്ളൂ, എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒന്നുകൂടെ ഒന്ന് പുഷ് ചെയ്തപ്പോ നമുക്കത് എത്താൻ പറ്റി എന്നുള്ളതാണ്. നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ചെറിയ പ്രശ്നത്തിനൊക്കെ ഇടയിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് വന്നത്? അച്ഛൻ ഇങ്ങനെ മരണപ്പെടുന്ന സമയത്ത് ഞാൻ 10th എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എക്സാമിന് ഒരു 2 മാസം മുമ്പായിരുന്നു അച്ഛൻ ഇങ്ങനെ സംഭവിച്ചത്. അപ്പം അതിനുശേഷം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു ലൈഫ് എവിടെ എത്തുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി നമ്മൾ എവിടെയും എത്തിയിട്ടില്ല, ഇനിയും ഒരുപാട് പോകാനുണ്ട്. എന്നാലും കുറച്ചൊന്ന് ഒരു വിധം ഒന്ന് സേഫായി എന്നുള്ളൊരു സമാധാനമുണ്ട്. നമ്മുടെ കഷ്ടപ്പാട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് ആളുടെ സന്തോഷം നോക്കാണ്ട് ചെറിയൊരു വരുമാനത്തിലാണെങ്കിലും ഞങ്ങൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നാട്ടിലൊരു സമുദായമൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളെ ഫിനാൻഷ്യലി ഞങ്ങളുടെ പഠിത്തത്തിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിക്കാൻ കുറച്ചൊരു മടുപ്പ് നമുക്ക് ചില സമയത്ത് തോന്നുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ അതൊക്കെയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അവർ ആ 10th-ലും +2-ലൊക്കെ ഉണ്ടായിരുന്ന കൂട്ടുകാരികൾ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെയാണ് എനിക്കൊരു സപ്പോർട്ട് തന്നത്. അപ്പോ ഈ വിജയം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സമർപ്പിക്കേണ്ടത് അല്ലെ, നമ്മള് കൈ വിട്ടു പോണ സമയങ്ങളിൽ നമ്മളെ കൈ പിടിച്ച് നിർത്തിയ ഗുഡ് ഫ്രണ്ട്സിനും അതുപോലെ നാട്ടുകാർക്കും അതുപോലെ നാട്ടിലുള്ള ടീച്ചർമാര് എല്ലാവർക്കുമാണ് അതുല്യ ഈ ഒരു വിജയം സമർപ്പിക്കുന്നത്. അപ്പൊ ഇനിയും മക്കളെ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ, എല്ലാവരും വലിയ മെച്ചപ്പെട്ട ലൈഫിലോട്ട് പോകണം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സംഭവം ഫ്ലീ ആവും. വലിയൊരു മോട്ടിവേഷനാണ് അതുല്യയുടെ സ്റ്റോറി എന്ന് പറയുമ്പോൾ. ലൈക്ക് വളരെ സാധാരണക്കാരായിട്ട് വളർന്നു വന്ന, മാത്രമല്ല സാമ്പത്തികമായിട്ടും മൊത്തത്തിൽ അവർ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ അല്ലേ, നമ്മളെല്ലാവരും നല്ല രീതിക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, നല്ല രീതിക്ക് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആയുസ്സും ആരോഗ്യവും അതുപോലെ എന്താ പറയുക കഠിന പ്രയത്നമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അതുണ്ടെന്നുണ്ടെങ്കിൽ സഹകരണ മേഖലയിലെ ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.